കെ.ടി. ജലീൽ പി കെ ഫിറോസ് പോര് മുറുകുകയാണ്. ജലീലിന് മറുപടി നൽകാൻ ഇന്ന് പി കെ ഫിറോസ് വാർത്താ സമ്മേളനം നടത്തും. ജലീലിനെതിരെ ആരോപണങ്ങൾ ഉന്നയിച്ചുകൊണ്ട് വൈകിട്ട് 3-നാണ് വാർത്താ സമ്മേളനം. മന്ത്രിസ്ഥാനം രാജിവെപ്പിച്ചത് സീസൺ 1 ആണെങ്കിൽ MLA സ്ഥാനം രാജിവെപ്പിക്കുന്ന സീസൺ 2 യൂത്ത് ലീഗ് ആരംഭിക്കുമെന്ന് പി കെ ഫിറോസ് വെല്ലുവിളിച്ചിരുന്നു. ഈ അല്പനോട് പറയട്ടെ, ഇഡിയിലല്ല, വിജിലൻസിലല്ല, CBIക്ക് പരാതി കൊടുത്താൽ ഈ രോമത്തിൽ പോലും ഒരു ബോധം. എന്നെ മന്ത്രിയാക്കിയത് പാണക്കാട് എന്നല്ലടോ, AKG സെന്ററിലാണ് എന്ന് പറഞ്ഞിട്ട് ഈ അല്പം പ്രസംഗിച്ചു പോയി. ആ അല്പനെ മന്ത്രി കസേരയിൽ നിന്ന് രാജിവെപ്പിക്കാൻ മുസ്ലിം യൂത്ത് ലീഗിന് കഴിഞ്ഞിട്ടുണ്ട്. അത് സീസൺ 1. മന്ത്രിസ്ഥാനത്ത് നിന്ന് രാജിവെപ്പിച്ചത് സീസൺ 1. നാളെ സീസൺ 2 ആരംഭിക്കാൻ പോവുകയാണ്. MLA സ്ഥാനത്ത് നിന്നും കുറച്ച് താഴെ ഇടാനുള്ള എല്ലാ ആയുധവും സംഭരിച്ചിട്ടാണ് നമ്മൾ പോരിനിറങ്ങിയിട്ടുള്ളത്. അരുൺ അമൃതനാഥ് വിവരങ്ങളുമായി. അരുൺ, ഈ സീസൺ 2-വിൽ ഞാൻ മനസ്സിലാക്കുന്നത് തിരൂരിലെ മലയാളം സർവകലാശാല ഭൂമി ഇടപാടുമായി ബന്ധപ്പെട്ട ഏറ്റെടുക്കലുമായി ബന്ധപ്പെട്ട ആരോപണങ്ങൾ ഉന്നയിക്കുമെന്നാണ്. പക്ഷെ അത് നേരത്തെ തന്നെ ഉന്നയിച്ചിട്ടുള്ള കാര്യമാണ്. ഇവിടെ ഇപ്പോൾ ജലീലിനെതിരെ ആരോപണം ഉന്നയിക്കുന്നു, അതൊക്കെ. അതിനപ്പുറത്ത് ഫിറോസിനെതിരെ ഉയർന്ന ആരോപണങ്ങളിൽ കൂടുതൽ വ്യക്തതയുള്ള സ്പഷ്ടമായ മറുപടികൾ ഇന്ന് ഫിറോസിൽ നിന്ന് പ്രതീക്ഷിക്കാമോ? ആ ചോദ്യങ്ങൾ നിങ്ങൾ മാധ്യമപ്രവർത്തകർ ചോദിക്കുമോ? അഭിലാഷ്, തീർച്ചയായും ചോദിക്കും. കഴിഞ്ഞ ദിവസങ്ങളിലും ചോദിച്ചതാണ്. ഇവിടെ ഫിറോസ് ഇറങ്ങുന്നത് ആക്രമണമാണ് മികച്ച പ്രതിരോധം എന്നൊരു രീതി ലക്ഷ്യമിട്ടുകൊണ്ട് തന്നെയാണ്. അത്തരത്തിൽ ആക്രമണവും പ്രത്യാക്രമണവും നടക്കുന്നു. അടിക്ക് തിരിച്ചടി എന്നോണം രാഷ്ട്രീയത്തിനപ്പുറത്തേക്ക് വ്യക്തിഗതമായും ഈ ഒരു പോരിങ്ങനെ മുന്നോട്ട് പോവുകയാണ്. അവിടെയൊക്കെ ഫിറോസിന്റെ മറുപടി എവിടെ ലീഗിന്റെ മറുപടി എന്നൊരു ചോദ്യം ഇങ്ങനെ ആവർത്തിച്ച് ജലീലും ചോദിക്കുന്നുണ്ട്, നമ്മൾ ഉൾപ്പെടെയുള്ളവർ ചോദിക്കുന്നുണ്ട്. അവിടെയാണ് ഇപ്പോൾ ഫിറോസ് തന്നെ മറുപടി പറയട്ടെ എന്നൊരു തീരുമാനം ലീഗ് നേതൃത്വത്തിന്റെ ഉള്ളിൽ തന്നെ ഉണ്ടായിരിക്കാം. അങ്ങനെ ഫിറോസ് നേരിട്ടിറങ്ങുകയാണ്. അതൊരു മറുപടി പറച്ചിൽ മാത്രമല്ല, ജലീലിനെതിരെ ഒരു പ്രത്യാക്രമണം ലക്ഷ്യമിട്ടുകൊണ്ട് തന്നെയാണ് എന്നുള്ളതാണ്. അതായത് അഭിലാഷ് സൂചിപ്പിച്ചതുപോലെ തന്നെ കഴിഞ്ഞ ദിവസം ആദ്യമായി ഇതിലൊരു മറുപടി പറയാൻ ഫിറോസ് പത്രസമ്മേളനം വിളിച്ചപ്പോൾ ജലീലിനെതിരെ ഒരു ആരോപണം ഉന്നയിച്ചത് മലയാള സർവകലാശാലയുമായി ബന്ധപ്പെട്ട് തിരൂർ തുഞ്ചമ്പറമ്പിൽ സ്ഥലം ഏറ്റെടുത്തതിൽ അഴിമതി ആരോപിച്ചുകൊണ്ടായിരുന്നു. അതിൽ കൂടുതൽ തെളിവുകളോ വിവരങ്ങളോ ഒന്നും അന്ന് പറഞ്ഞില്ല. അപ്പോൾ ഫിറോസും യൂത്ത് ലീഗിന്റെ ഒരു സംഘവും തന്നെ അവിടെ എത്തി. അവിടെ നിന്നാണ് മാധ്യമങ്ങളെ കാണുന്നത്. അപ്പോൾ അതുമായി ബന്ധപ്പെട്ട ആരോപണങ്ങൾ ഉന്നയിച്ചുകൊണ്ട് തന്നെ ജലീലിനെ പ്രതിരോധിക്കുക എന്നൊരു ലക്ഷ്യമായിരിക്കും യൂത്ത് ലീഗിനുള്ളത് എന്ന് സുവ്യക്തമാണ്. ഒപ്പം തന്നെ ലീഗിന്റെ മറുപടി എവിടെ എന്നൊരു ചോദ്യം അവിടെയുണ്ട്. ജലീലിന്റെ നിരവധിയായ ചോദ്യങ്ങളുണ്ട്. അപ്പോൾ അതിനുള്ള ഉത്തരം കൂടി ഫിറോസ് പറഞ്ഞ് ഇനി ആ രീതിയിലേക്ക് ഇത്തരത്തിലുള്ള ഒരു പോരാട്ടം മുന്നോട്ട് പോകുമോ, എന്താണ് ഇതിന്റെ ഒരു ക്ലൈമാക്സ് എന്നും നമ്മൾ കാത്തിരിക്കുന്നുണ്ട്. വ്യക്തമായ ഒരു മറുപടി കൂടി ഫിറോസിന്റെ ഭാഗത്ത് നിന്നുള്ളതും അനിവാര്യമാണ്. ആ രീതിയിൽ തന്നെ ഈ ഒരു പോര് മുന്നോട്ട് പോവുകയാണ്. അഭിലാഷ്, തീർച്ചയായിട്ടും എന്തായാലും കൊണ്ടും കൊടുത്തും കെ.ടി. ജലീലും പി കെ ഫിറോസും. ഇന്ന് പി കെ ഫിറോസിന്റെ വാർത്താ സമ്മേളനം ഉണ്ട്.